നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് മാർച്ച് 31 മുമ്പെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ. സ്വർണ്ണപ്പാളി പരിശോധനയ്ക്ക് ശേഖരിച്ചത് 36 സാമ്പിളുകളെന്ന് SIT കോടതിയെ അറിയിച്ചു. സ്വർണ്ണപ്പാളികൾ ജംഷഡ്പൂരിലെ ലാബിൽ പരിശോധന നടത്താൻ കോടതി അനുമതി നൽകി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് SIT. ഇപ്പോൾ നമുക്കറിയാം സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ജംഷഡ്പൂരിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ലഭ്യമാകേണ്ടതില്ലേ? അമൃത, ഏകദേശം 3 മാസത്തോളം നീണ്ടുനിന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. 31-ാം തീയതി, മാർച്ച് 31-ാം തീയതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കും എന്നാണ് നിലവിൽ SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT സമർപ്പിച്ചിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത്, കഴിഞ്ഞ തവണ ഈ ശബരിമലയിലെത്തി ദ്വാരപാലക പാളിയുടെ സാമ്പിളുകൾ SIT ശേഖരിച്ചിരുന്നു. 36 പാളികളുടെ സാമ്പിളുകളാണ് ശേഖരിച്ചത്. അത് ജംഷഡ്പൂരിലേക്ക് വിശദമായ പരിശോധനയ്ക്ക് അയക്കുന്ന കാര്യം ഇന്ന് ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട അനുമതി നൽകി. എത്രയും പെട്ടെന്ന് ഈ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് ലഭ്യമാക്കാനാകും എന്നാണ് ഈ ജംഷഡ്പൂരിൽ നിന്ന് ലഭിച്ചത് എന്നാണ് SIT കോടതിയെ അറിയിച്ചത്. ആ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ 31-ാം തീയതിക്ക് മുൻപായി തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ SIT പങ്കുവെക്കുന്നത്. 21/11/2025 SIT ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒന്ന് ദ്വാരപാലക പാളിയിലും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലും. അതിനുശേഷം ഇങ്ങോട്ട് ആദ്യത്തെ കേസിൽ 16-ഉം രണ്ടാമത്തെ കേസിൽ 13-ഉം പ്രതികളെ ചേർത്തിരുന്നു. 2 പ്രതികളുടെ കാര്യം കഴിഞ്ഞ തവണ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ SITക്കെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്ന അതിരൂക്ഷ വിമർശനം, കേസിൽ പിടിയിലായ പ്രതികൾ, ജയിലിൽ കഴിഞ്ഞ പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ SITയുടെ അന്വേഷണം തന്നെ സംശയ നിഴലിലേക്ക് പോകുന്നു. അവർക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്ന ആരോപണമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിരുന്നു. അതിനെല്ലാം ഒരു മറുപടിയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 31-ാം തീയതി SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. അമൃത, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്തിമ റിപ്പോർട്ട് മാർച്ച് 31 മുമ്പ് അറിയിക്കുമെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ചവർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന കൽപ്പറ്റ ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നു. ടൌൺഷിപ്പിന്റെ 1-ാം ഘട്ട ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി നിർവഹിക്കും. 178 ഗുണഭോക്താക്കൾക്കുള്ള പട്ടയവും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ തറക്കല്ലിടൽ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ അതിജീവനത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനവും പട്ടയ വിതരണവും അടുത്ത ബുധനാഴ്ച. 410 വീടുകളും അനുബന്ധ സൗകര്യങ്ങളും വിഭാവനം ചെയ്യുന്ന ടൌൺഷിപ്പിന്റെ 1-ാം ഘട്ടത്തിൽ 178 വീടുകളാണ് കൈമാറുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അറിയിച്ചത്. നേട്ടത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ലെന്നും പദ്ധതി തകർക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി. 25-ന് വൈകിട്ട് 4-ന് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഉദ്ഘാടന പരിപാടി. കോൺഗ്രസും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി. ഈ മാസം 26-ന് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക്, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടിൽ കർമ്മം 26-ാം തീയതി, ഈ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതാണ്. മേപ്പാടി പഞ്ചായത്തിലെ കുന്നമ്പറ്റയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. 6 മാസം കൊണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് KPCCയുടെ തീരുമാനം. ഈ മാസം 28-ന് ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കിയ 50 വീടുകൾ മുസ്ലിം ലീഗ് കൈമാറും. 24 തിരുവനന്തപുരം. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. വോട്ടുത്സവം. CPIM വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കമെന്നാണ് സൂചന. UDF നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് PK ശശി പറഞ്ഞു. എന്നാൽ PK ശശിയുമായി ചർച്ച നടത്തിയെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. പാലക്കാട് മണ്ണാർക്കാട് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ ഫണ്ട് കൈമാറ്റവുമായി ബന്ധപ്പെട്ടാണ് PK ശശിക്കെതിരെ CPIM നടപടിയെടുത്തത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ PK ശശി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു.
പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് KTDC അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള PK ശശിയുടെ രാജി. താൻ ഇപ്പോഴും CPIM അംഗമാണെന്നും നാളെ എന്താണെന്ന് പറയാനാകുമോ എന്നും PK ശശി. ഒരാളുടെയും സമ്മർദ്ദമില്ല, ഒരാളുടെയും പ്രേരണയില്ല, ആരുടെയും നിർദ്ദേശമില്ല. ഞാനിപ്പോൾ CPM അംഗമാണ്. ഞാനിപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയുടെ ഒരു ഭാരവാഹിയായി പ്രവർത്തിക്കുന്നയാളാണ്. മറിച്ചൊരു തീരുമാനവും ഞാൻ ഇന്നേ വരെ എടുത്തിട്ടേയില്ല. UDF നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ PK ശശി തള്ളി. എന്നാൽ ചർച്ച നടത്തിയെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇല്ല, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ LDF-ൽ നിന്ന്. അതും സാധ്യതകളുണ്ട്. PK ശശിയുടെ രാജി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ മറുപടി. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നിലവിൽ പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലല്ലോ. അപ്പം നിലവിൽ പാർട്ടി മെമ്പറാണ്. CPIM വിമതർ പാലക്കാട്ട് സംഘടിപ്പിക്കുന്ന കൺവെൻഷനിൽ PK ശശി പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യങ്ങൾ PK ശശി സ്ഥിരീകരിച്ചിട്ടില്ല. 24 പാലക്കാട്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് മുൻമന്ത്രിയും തൃപ്പൂണിത്തുറ MLAയുമായ K ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് K ബാബു പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതൃത്വത്തെ തീരുമാനം അറിയിച്ചെന്നും K ബാബു പറഞ്ഞു. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല. എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 2016 തോൽവി മാറ്റി നിർത്തിയാൽ 1991 മുതൽ തൃപ്പൂണിത്തുറയുടെ MLAയാണ് K ബാബു. 7 തെരഞ്ഞെടുപ്പുകളിൽ 6ലും ജയം. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇനിയില്ലെന്നാണ് K ബാബുവിന്റെ പ്രഖ്യാപനം. ഇക്കുറി മത്സരിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇല്ലെന്ന് K ബാബു നേതൃത്വത്തെ അറിയിച്ചു. പിൻഗാമിയെ നിർദ്ദേശിക്കുന്നില്ലെന്നും K ബാബു. പിൻഗാമിയെ നിർദ്ദേശിക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി കോൺഗ്രസിൻ്റെ ഒരു പാർട്ടിയിലുണ്ടെന്നിരിക്കുകയാണ്. പാർട്ടി നേതൃത്വം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉമ്മൻചാണ്ടി സർക്കാരിൽ എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബു ബാർക്കോഴി അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തിരികെ എത്തി. പിന്നാലെ നടന്ന 2016 തെരഞ്ഞെടുപ്പിൽ CPIM-ലെ M സ്വരാജിനോട് തോൽവി. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ 1200 വോട്ടിന് സ്വരാജിനെ തോൽപ്പിച്ച് മണ്ഡലം തിരികെ പിടിച്ചു. മത്സരിക്കാനില്ലെന്ന് K ബാബു പ്രഖ്യാപിച്ചതോടെ നടൻ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് തേടുന്നത്. കോൺഗ്രസ് നേതാക്കളെ രാജു P. നായർ, M. ലിജു എന്നിവരും പരിഗണനയിലുണ്ട്. 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി. ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് തുടരും. അതിനിടെ പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ട എന്ന് പത്തനംതിട്ട DCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 40 സ്ഥാനാർത്ഥികളുടെ പട്ടിക സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കി. ആദ്യഘട്ടത്തിൽ 50 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. സിറ്റിംഗ് സംവരണ മണ്ഡലങ്ങൾ, ഒറ്റപ്പേരിലേക്ക് എത്തിയ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിലുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം VD സതീശന്റെ യാത്രയ്ക്ക് ശേഷം മതിയെന്നൊരു വിഭാഗം നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. MP-മാർ മത്സരിക്കുന്ന കാര്യം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി. PCC has to send us the list and then we will call the CEC. Not screening committee. Yeah. We will try to finish the work as early as possible. വ്യക്തിപരമായി തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ KPCC അധ്യക്ഷനെ മാറ്റേണ്ടെന്നാണ് ധാരണ. മത്സരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനും ബുദ്ധിമുട്ടില്ലെന്ന് ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതാക്കളെ അറിയിച്ചു. ഒരു KPCC പ്രസിഡന്റ് ഉണ്ട്, അയാൾ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്തു പോകുന്നുണ്ട്, അതങ്ങനെ പോകും. ഇതിനിടെ 5 സീറ്റിലും ജില്ലയിൽ നിന്നുള്ള ആളുകൾ മത്സരിച്ചാൽ മതിയെന്ന് പത്തനംതിട്ട DCC എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യമുയർന്നു. തിരുവല്ല കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് ഏറ്റെടുക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 24 ഡൽഹി. ബിഗ് ബോസ് താരം അഖിൽ മാരാർ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരിക്കും. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം പ്രഖ്യാപിച്ചേക്കും. UDF-നോട് അനുഭാവം പുലർത്തിയിരുന്ന ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ 2020 ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020 സ്ഥാനാർത്ഥിയായിരിക്കും. അത് എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം NDAയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മാത്രമേ അനൗൺസ് ചെയ്യുകയുള്ളൂ. സ്വതന്ത്ര ചിന്താഗതിക്കാരനായ തനിക്ക് പ്രവർത്തിക്കാൻ അനുയോജ്യമായ പാർട്ടിയാണ് 2020 എന്ന് അഖിൽ മാരാർ. 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ
NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? ചാനൽ ചർച്ചകളിൽ സജീവമായ ശ്രീജിത്ത് പണിക്കരുമായും BJP നേതൃത്വം ബന്ധപ്പെട്ടു. A ക്ലാസ് മണ്ഡലങ്ങൾ ഓഫർ ചെയ്തെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് ശ്രീജിത്ത് പണിക്കർ. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും വട്ടിയൂർക്കാവിൽ ശ്രീലേഖയും മത്സരിക്കാനാണ് സാധ്യത. ഇനി മുതൽ മണ്ഡലമാറ്റം അനുവദിക്കില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. 24 കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം ചിന്തിച്ചിട്ടില്ല എന്ന് ചലച്ചിത്ര അക്കാദമി മുൻ അധ്യക്ഷനും നടനുമായ പ്രേംകുമാർ. മത്സരം സ്വപ്നത്തിൽ പോലുമില്ല. കൂടെ നിൽക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പ്രേംകുമാർ പറഞ്ഞു. അത്തരം ചർച്ചകളിലൊക്കെ ഒന്നും പോയില്ല. ആദ്യം ഇവിടുന്ന് എന്തെങ്കിലും ഒരു മാറ്റം എന്നുള്ള രീതിയിലെങ്കിലും അതിനൊരു വ്യക്തത വരട്ടെ. അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വന്നിട്ടില്ല. നാളത്തെ കാര്യമൊന്നും എനിക്ക് ഇന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും മത്സരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അവസ്ഥ വന്നാൽ എനിക്കറിയില്ല. നമുക്കത് അപ്പോൾ സംസാരിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഊഹാപോഹങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാനില്ല. അതും സജീവമായിട്ടുണ്ട്. അവരുടെ കൂടെ നിൽക്കണം എന്ന് അവരുടെ ആവശ്യമുണ്ട്. 24 ബിഗ് ഇംപാക്ട്. ഡോക്ടേഴ്സിന്റെ തർക്കത്തെ തുടർന്ന് തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവത്തിൽ നടപടി. സർജൻ ഡോക്ടർ ഗണേഷ് കുമാർ, അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ബിനിൽ എന്നിവരെ സ്ഥലം മാറ്റി. ESI ഡയറക്ടർ ഉത്തരവിറക്കി. പേരൂർക്കട ESI ആശുപത്രിയിൽ ഇന്നലെ 5ഉം ഇന്ന് 1 ശസ്ത്രക്രിയയും മുടങ്ങിയിരുന്നു. അനസ്തേഷ്യ വിഭാഗം ഡോക്ടേഴ്സിന്റെ നിസ്സഹകരണമാണ് ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണം. അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ബിനിൽ കുമാറിനെ കണ്ണൂർ തോട്ടടയ്ക്കും സർജൻ ഡോക്ടർ KG ഗണേഷിനെ കോട്ടയത്തേക്കുമാണ് സ്ഥലം മാറ്റിയത്. കശുവണ്ടി തൊഴിലാളിയായ ബിന്ദുവിന്റെ തൈറോയിഡിനുള്ള ശസ്ത്രക്രിയയാണ് ഇന്ന് മുടങ്ങിയത്. സർജറി മുടങ്ങിയത് പറയുന്നത് അത് അനസ്തേഷ്യ കൊടുക്കാത്തത് കൊണ്ടാണ്. ഗണേഷ് സാറിന് ചെയ്യാൻ കഴിയില്ല. അനസ്തേഷ്യ കൊടുക്കാതെ ഒരു കാരണവശാലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഗണേഷ് സാറിന് പ്രശ്നമില്ല. ആദ്യം രാധിക മാഡം ഇതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് അനസ്തേഷ്യ കൊടുക്കാതെ അവരിറങ്ങിപ്പോയി. അന്ന് ഒരുപാട് വിഷമിക്കുന്ന ഞാൻ കണ്ടതാണ്. ഗണേഷ് സാറ് അതായത് സങ്കടപ്പെട്ട രീതിയായിരുന്നു. എൻ്റെ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ട് കിടത്തിയിട്ട് ഒരു രോഗിയെ ഒരു പേഷ്യൻറ്റിനെ ഇറക്കി വിടുക എന്ന് പറയുന്നവർ ആ ഒരു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ അന്നും പറഞ്ഞാണ്. അതേസമയം സർജനായ ഡോക്ടർ KG ഗണേഷിനെ സ്ഥലം മാറ്റിയതിനെതിരെ രോഗികളും കൂട്ടിരിപ്പുകാരും രംഗത്ത് വന്നു. ഇദ്ദേഹം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആര് നോക്കും? ഇവിടെ കിടക്കുന്ന മറ്റ് പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ആര് ചെയ്യും? അതുപോലെ തന്നെ ഇദ്ദേഹം ഗണേഷ് ഡോക്ടർ ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും പേഷ്യൻ്റ് സർജറി വാർഡിലേക്ക് വരുന്നത്. ഇത്രയും നല്ല പെട്ടെന്ന് എല്ലാ ഏത് സർജറിക്കും പെട്ടെന്ന് ടെസ്റ്റുകളെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഗണേഷ് ഡോക്ടർ. ആ ഡോക്ടർ ഇവിടുന്ന് മാറ്റി. ആ ഡോക്ടർ അല്ല, അനസ്തേഷ്യ ഡോക്ടറുടെ കുഴപ്പമാണ്. ആ ഡോക്ടർ എന്ന് വെച്ചാൽ നല്ലതിലാണ് രോഗികളെ നോക്കുന്നതും എല്ലാം. അപ്പോൾ ആ ഡോക്ടറെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഡോക്ടറെ ഗണേഷ് ഡോക്ടറെ കാണാനായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. ഡോക്ടർ KG ഗണേഷ് നടത്തുന്ന ശസ്ത്രക്രിയയ്ക്ക് സഹകരിക്കില്ലെന്ന് പറഞ്ഞ് അനസ്തേഷ്യ ഡോക്ടർമാരായ ബിനിൽ കുമാറും പ്രിയയും നിസ്സഹകരണം തുടർന്നതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. 24 തിരുവനന്തപുരം. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് ആരോപണം. 14-കാരന്റെ ഒടിഞ്ഞ കൈക്ക് 2.5 മാസം ചികിത്സ നൽകിയ ശേഷം കൈ വളഞ്ഞുപോയി എന്നാണ് കുടുംബത്തിന്റെ പരാതി. ആരോപണം ആശുപത്രി അധികൃതർ തള്ളി. കോന്നി അരുവാപ്പുലം സ്വദേശി 14-കാരൻ തൻസീർ വീണു പരിക്കേറ്റത് കഴിഞ്ഞ നവംബർ 15-ന്. വലത് കൈക്ക് 2 ഒടിവുമായി എത്തിയ തൻസീറിനെ അന്ന് തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി. മുറിവുണങ്ങിയ ശേഷം മറ്റ് ചികിത്സയും തുടർന്നു. ഒടുവിൽ ഇക്കഴിഞ്ഞ 2-ന് കൈയിലെ പ്ലാസ്റ്റർ നീക്കം ചെയ്തപ്പോൾ കൈ വളഞ്ഞുപോയെന്ന് കുടുംബം പറയുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. അവിടെ വീണ്ടും സർജറി നടത്തേണ്ടി വന്നു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകി. ചികിത്സാ പിഴവ് പരാതി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തള്ളി. കുട്ടികളുടെ ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ചെയ്ത ചികിത്സ മെഡിക്കൽ കോളേജിലും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ കുടുംബം സ്വമേധയാ ആശുപത്രി വിട്ടുപോയെന്നും സൂപ്രണ്ട് പറഞ്ഞു. 24 പത്തനംതിട്ട. മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് സമരം കടുപ്പിച്ചതോടെ ഡയസ്നോൺ മുന്നറിയിപ്പുമായി സർക്കാർ ഉത്തരവ്. സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരുടെ പട്ടിക സർക്കാരിന് കൈമാറണമെന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ്. ഡയസ്നോൺ നിർബന്ധമാക്കിയാൽ ആരോഗ്യമേഖല സ്തംഭിപ്പിക്കുമെന്നാണ് KGMCTA പ്രതികരണം. ഡോക്ടേഴ്സിന്റെ പണിമുടക്ക് സമരത്തെ നേരിടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. ജീവനക്കാർ പണിമുടക്കിലേർപ്പെടുന്ന കാലയളവിൽ ഡയസ്നോൺ നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി സർക്കാർ ഉത്തരവിറക്കി. പ്രതിഷേധത്തിലുള്ള ഡോക്ടർമാർ ചിലർ ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരത്തിലേർപ്പെട്ടിട്ടുള്ള ഡോക്ടർമാരുടെ പട്ടിക അറ്റൻഡൻസ് സ്റ്റേറ്റ്മെന്റ് സഹിതം സർക്കാരിന് നൽകണമെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നു. ഡയസ്നോൺ നിർബന്ധമാക്കിയാൽ സമരം ശക്തമാക്കാനാണ് KGMCTA തീരുമാനം. ഡയസ്നോൺ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങളെല്ലാം ഈ എല്ലാ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കാനായിട്ട് നിർബന്ധിതരാകും. അത് ഈ രോഗി പരിചരണത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനാണ് സാധ്യത.
അത് ഒ പിയിലിരിക്കുകയെന്നോ അല്ലെങ്കിൽ സർജറി മാത്രം ചെയ്യുമോ എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം കിടക്കുന്ന പേഷ്യൻ്റെ കെയർ ഉണ്ട്, കാഷ്വാലിറ്റി നോക്കുന്നുണ്ട്, 24 മണിക്കൂറും കാഷ്വാലിറ്റി റൺ ചെയ്യുന്നുണ്ട്, ICUs എത്രത്തോളം ICUs, അതായത് ഓരോ സ്പെഷ്യാലിറ്റിയുടെ കീഴിലുമുള്ള മൾട്ടിപ്പിൾ ICUs ഉണ്ട്, ഇത് നടക്കുന്നുണ്ട്. ലേബർ റൂംസ് ഉണ്ട്, അവിടെയുള്ള ICUs ഉണ്ട്, പീഡിയാട്രിക് നിയോനേറ്റൽ കെയർ. അങ്ങനെ ഇനി ഡയസ്നോൺ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ജോലിയും അവർ ചെയ്യേണ്ട എന്നാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അനിശ്ചിതകാല OP, അധ്യാപന ബഹിഷ്കരണം എന്നിവ തുടരുന്നതിനൊപ്പം ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഡോക്ടർമാർ നിർത്തിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്ന് KGM-CTA പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. 24 തിരുവനന്തപുരം. ജവാന് ശേഷം സർക്കാർ നേരിട്ട് വിപണിയിലിറക്കുന്ന മദ്യത്തിന് പേരായി. മലബാർ മിസ്റ്ററി എന്ന പേര് ബ്രാൻഡിന് നൽകിയതായാണ് വിവരങ്ങൾ. ബ്രാൻഡിന്റെ പേര് മറ്റന്നാളാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. 24 ബ്രേക്കിംഗ്. തിരുവല്ല ട്രാവങ്കൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ നിർമ്മിക്കുന്ന വില കുറഞ്ഞ ഇന്ത്യൻ നിർമ്മിത ബ്രാൻഡായ ജവാൻ മാതൃകയിലാണ് മലബാർ ഡിസ്റ്റിലറീസിൽ നിന്നും പുതിയ ബ്രാൻഡ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. മദ്യത്തിന്റെ പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ നൽകുമെന്ന വെബ്കോ പരസ്യം വിവാദമായിരുന്നു. ഇതോടെയാണ് എക്സൈസ് വകുപ്പ് തന്നെ സ്വന്തം നിലയിൽ പേരിട്ടത്. മലബാർ മിസ്റ്ററി, അതായത് മലബാറിലെ നിഗൂഢതയെന്നാണ് സർക്കാർ പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡിന്റെ പേര്. ചിറ്റൂർ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറീസ് വിദേശ മദ്യ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്ന 21-ന് പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 75,000 ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണ് പ്ലാന്റ്. 3 ലൈൻ സ്വയം നിയന്ത്രിത ബോട്ടിലിംഗ് പ്ലാന്റ് സജ്ജമാകുന്നതോടെ ദിവസം 13,500 കേസ് വീതം മദ്യം വിപണിയിൽ ഇറക്കാനാകുമെന്നാണ് വകുപ്പിന്റെ വിലയിരുത്തൽ. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വെള്ളം തുടക്കത്തിൽ മലമ്പുഴ ഡാമിൽ നിന്ന് നേരിട്ടെത്തിക്കാനാണ് ശ്രമം. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് ചോദ്യം ചെയ്തു. എസ് ശശിധരന്റെ നേതൃത്വത്തിൽ ഇന്നലെയായിരുന്നു ചോദ്യം ചെയ്യൽ. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, കുറ്റപത്രം നൽകാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണോ ഈ ഒരു നീക്കം? അതേ അമൃത, SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്നലെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു കേസ് വന്നതിന് ശേഷം ഇതിലൊരു തണുപ്പൻ മട്ടിലേക്ക് പോയ ഒരു ഘട്ടത്തിൽ കോടതി തന്നെ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പറഞ്ഞിരുന്നു ഈ കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കണമെന്നുള്ളതും. ക്രൈംബ്രാഞ്ച് SP ആയി മാറ്റമുണ്ടായി എന്നുണ്ടെങ്കിലും അന്നത്തെ വിജിലൻസ് SP ആയിരുന്ന S ശശിധരൻ തന്നെ ഈ കേസ് തുടർന്നും അന്വേഷിക്കണമെന്നുള്ളതും ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ കേസിന്റെ വേഗത കൂട്ടുകയും ഒപ്പം തന്നെ SNDP ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 പേരാണ് പ്രതിയായിട്ടുള്ളത്. അതിൽ പ്രധാന പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം തന്നെ 2016 മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദനായിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ പരാതി നൽകിയത് വിജിലൻസിന്. ഇതിലാണ് പിന്നീട് കേസെടുത്തത്. 5 പ്രതികളാണ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് എന്ന് പറയുന്നത് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് തുക എടുത്തതിന് ശേഷം ഏകദേശം ഒരു 5 കോടിയോളം രൂപ എടുത്തതിന് ശേഷം SNDPയുടെ ശാഖകളിൽ വിതരണം ചെയ്യുകയും അത് ഉയർന്ന പലിശയ്ക്ക് വിതരണം ചെയ്യുകയും ഒപ്പം തന്നെ അതിൽ ഇല്ലാത്ത പദ്ധതികളുടെ പേരിലടക്കം ഈ തുക എടുക്കുകയും അതിനെ വകമാറ്റി തുടങ്ങിയിട്ടുള്ള പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. ഏകദേശം 15 കോടിയുടെ ഒരു തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട്. വലിയ അഴിമതി ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് VS അച്യുതാനന്ദൻ ഉയർത്തിയ പരാതി. ഇതേ തുടർന്നുള്ള വിജിലൻസ് അന്വേഷണം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വീട്ടിലെത്തി വിജിലൻസ് സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.